ഹലോ ഗായ്സ്, വെൽക്കം ടു ആർക്കെ ടോക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കലി കണ്ടിന്യൂവേഷൻ പോലെ ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. ആ വീഡിയോ നിങ്ങളെല്ലാം കണ്ടില്ലേ, കൃത്യമായിട്ട് കാണുക. 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തു. 2023 നമ്മൾ സോൾവ് ചെയ്തു. 2022 ഞാൻ ക്ലിയർലി സോൾവ് ചെയ്തിട്ടുണ്ട്. 21 ആയിരുന്നു ലാസ്റ്റ് വീഡിയോ. ഇത് 2020 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കാം. 1, 2, 3, 4, 5 കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്ത് ചെയ്തിട്ട് കൃത്യമായിട്ട് കണക്റ്റഡ് ഫാക്റ്റോട് കൂടി കാര്യങ്ങൾ പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ട? ക്ലാസ്സുകളൊക്കെ കാണുക, കണ്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതായത് ഈ 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഐഡിയ കിട്ടും. കാരണം 2025 എങ്ങനെ പഠിക്കണമെന്നുള്ള ഓവറോൾ പിക്ചർ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ പോലെ ഞാൻ 2015 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൽ കൃത്യമായിട്ട് സോൾവ് ചെയ്യും. ഇത് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പ്ലേ ലിസ്റ്റ് ആക്കി എന്ത് ചെയ്തിട്ടുണ്ട്, UPSC PYQ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ പ്ലേ ലിസ്റ്റ് കിട്ടും. ആ പ്ലേ ലിസ്റ്റ് ഇരുന്ന് കാണുക, കണ്ട് നോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക്കലി നമ്മൾ 2020 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ പോകുന്നു. സോ കാര്യങ്ങൾ ചെയ്യാം, സെറ്റ്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് അഫയേഴ്സ് ട്രിഗേർഡ് ചോദ്യമായിരുന്നു. ആ സമയത്ത് വന്നതിൽ ഒരു കറണ്ട് അഫയേഴ്സ് ട്രിഗേർഡ് ചോദ്യമായിരുന്നു. അത് MPLAD സ്കീമിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. MPLAD സ്കീമിനെ പറ്റി അന്ന് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യമായിരുന്നു. അതായത് വിത്ത് റെഫറൻസ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് അണ്ടർ ലോക്കൽ ഏരിയ സെൽഫ് ഡെവലപ്മെൻറ്റ് സ്കീം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് MPLAD സ്കീം എന്താണെന്ന് അറിയാമെങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതറിയാത്തൊരു കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. സോ അണ്ടർസ്റ്റാൻഡ് സം ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആർ ഒബ്വിയസ്ലി വാട്ട്, ചില ട്രിഗേർഡാണ്. ഇങ്ങനെ ട്രിഗേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അതായത് ബേസിക്കലി എന്താണ് MPLAD സ്കീം എന്ന് മനസ്സിലാക്കുക. അത് MPLAD സ്കീം എന്താണ്? MPLAD സ്കീം ആർ ദി ഫണ്ട്സ് മസ്റ്റ് ബി യൂസ് ടു ക്രിയേറ്റ് ഡ്യൂറബിൾ അസറ്റ്സ് ലൈക്ക് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഹെൽത്ത്, എഡ്യൂക്കേഷൻ എക്സെട്ര. ഇത് ശരിയാണ്. അത് MPLAD സ്കീമോട് ഉദ്ദേശം എന്താണ്? ഈ MPLAD എന്ന് പറയുന്ന സ്കീമോട് ഉദ്ദേശം എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഫിസിക്കൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഫിസിക്കൽ അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഫോർ എക്സാമ്പിൾ ഒരു എം പിക്ക് അതാത് കോൺസ്റ്റിറ്റ്യൂൻസി നിൽക്കുന്ന ഒരു MP, ഈ MPക്ക് എന്ത് പറ്റും? അതാത് കോൺസ്റ്റിറ്റ്യൂൻസിൽ MPക്ക് പകരം ഒരു 5 കോടി രൂപ എന്ത് ചെയ്യും, സർക്കാർ അനുവദിക്കും. ഈ 5 കോടി രൂപ വെച്ച് എന്ത് ചെയ്യാം, അതാത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഡെവലപ്മെൻറ്റ് വർക്ക് ഈ MPക്ക് നടത്താം. അതാണ് MPLAD സ്കീമോട് ഉദ്ദേശിക്കുന്നത്. എന്താണ് MPLAD സ്കീം? ഒരു 5 കോടി ഗവൺമെൻറ് അനുവദിക്കുന്നു. അതാത് കോൺസ്റ്റിറ്റ്യൂൻസി MPക്ക് എന്ത് ചെയ്യാം, ആ കോൺസ്റ്റിറ്റ്യൂൻസി ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യാം. ഈ ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതിനെ പറ്റി പറയുന്നതാണ് ഇപ്പോൾ MPLAD സ്കീം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഡ്യൂറബിൾ അസറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ റോഡ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അത് ഡ്യൂറബിൾ എന്ന് വെച്ചാൽ നിലനിൽക്കണം. അതൊക്കെ മനസ്സിലായില്ല. അങ്ങനത്തെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് നോക്കാം. രണ്ടാമത് ശരിയാണ്. സ്പെസിഫൈഡ് പോർഷൻ ഓഫ് ഈച്ച്, അത് MPയുടെ ഏകദേശം 7.5%. എത്രയാണ്? 7.5% ഓഫ് ഫണ്ട്സ് ഷുഡ് ബി യൂസ്ഡ് അണ്ടർ ദി SC/ST കാറ്റഗറി. അതായത് SC/ST പോപ്പുലേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി, അവരുടെ മുൻപോട്ടുള്ള ഫോർവേഡ് കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എമൗണ്ട് കൂട്ടിയിരിക്കണം എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ഏകദേശം 7.5% ഇതിനകത്ത് വരും. അപ്പോൾ അതും ശരിയാണ്. ഇത് കറക്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ളതിന് Cയും ബാക്കി I എന്ന് വേണം. നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ദെൻ MPLAD ഫണ്ട്സ് ആർ സാങ്ഷൻ ഓൺ ദി ഇയർലി ബേസിസ്. ഇത് തെറ്റാണ്. അതെന്താണ് ഇവർ പറയുന്നത് വെച്ചാൽ, അൺയൂസ് ചെയ്ത ഫണ്ട് നമുക്ക് പിന്നെ ഒരു അടുത്ത മുമ്പിലോട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ലെന്നാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് MPLAD ഫണ്ട്സ് നോൺ ലാപ്സബിൾ ആണ്. എന്താണ്? MPLAD ഫണ്ട്സ് ആർ നോൺ ലാപ്സബിൾ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നില്ല, ലാപ്സ് ആവുന്നില്ല. നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ലാപ്സിനെ കുറിച്ച് പഠിച്ചില്ലേ? അതായത് ഒരു ബില്ല് ലാപ്സ് ആവും. ഇന്ന ബില്ല് ലോകസഭയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ബില്ലാണ്, രാജ്യസഭ പെൻഡിങ് ആണ്, ലാപ്സായി പോകും. അങ്ങനെ ലാപ്സ് ആവാത്ത ബില്ലുകളെ കുറിച്ചും പഠിച്ചു. രാജ്യസഭയിൽ പെൻഡിങ്, പ്രസിഡന്റ് നോട്ടിഫിക്കേഷനുള്ള ബില്ലുകൾ, എക്സാമ്പിൾസ്. അതുപോലെ MPLAD സ്കീമിൻ്റെ പ്രത്യേകത എന്താണ്? MPLAD സ്കീമിലെ ഫണ്ട്സ് നോൺ ലാപ്സബിൾ ആണ്. ലാപ്സ് ആകത്തേയില്ല. ഫോർ എക്സാമ്പിൾ ആ ഒരു കണ്ടിന്യൂസ് ഇയറിൽ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് പറ്റും? ആ ഫണ്ട് നേരെ എങ്ങോട്ടേക്ക് പോകും? അൺയൂട്ടിലൈസേഷനായിട്ട് കിടക്കും. നമുക്ക് ഫോർവേഡായിട്ട് അടുത്ത വർഷത്തേക്ക് യൂസ് ചെയ്യാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ്, നോൺ ലാപ്സബിൾ ആണ്. ഇനി ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലെ ഡിസ്ട്രിക്ട് അതോറിറ്റിയുടെ കയ്യിലാണ് കംപ്ലീറ്റ് ഫണ്ട് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ട് ഡിസ്പേഴ്സ് ചെയ്യണമെങ്കിൽ ആരാണ് ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത്? ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് അതോറിറ്റി ആയിരിക്കും എന്തെങ്കിലും കൃത്യമായിട്ട് ഈ ഫണ്ട് ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത്. സോ ദ ഡിസ്ട്രിക്ട് അതോറിറ്റി മസ്റ്റ് ഇൻസ്പെക്ട് അറ്റ്ലീസ്റ്റ് 10% ഓഫ് ഓൾ ദ വർക്ക്സ് അണ്ടർ ഇംപ്ലിമെൻറ്റേഷൻ ഇയർ. അപ്പോൾ ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടറിലെ ഇപ്പം ഡിസ്ട്രിക്ട് അതോറിറ്റി എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഫണ്ട്സ് ഡിസ്പേഴ്സ് ചെയ്ത് കറക്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ എത്തുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുമ്പോൾ 1, 3, 4 ശരിയാണ്. 1, 3, 4 എവിടെയുണ്ട്? ഡിയിലുണ്ട്. ആൻസർ D ആണ്. ആ സമയത്തൊക്കെ ഈ പറഞ്ഞ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ എലിമിനേഷൻ ടെക്നിക്ക് നടക്കുമായിരുന്നു. മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് UPSCക്ക് അത് മനസ്സിലായതുകൊണ്ടായിരിക്കണം കുറേ എലിമിനേഷൻ ടെക്നിക്ക് എടുത്ത് മാറ്റി. ചിലപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് റീസെൻ്റ്ലി പേപ്പറിലാണ് കുറച്ചും കൂടെ നടക്കുന്ന കാര്യങ്ങൾ. 2023 പേപ്പറിൽ വേണ്ട പരിപാടി ഒന്നും നടക്കില്ല. അതുകൊണ്ട് അതിൽ പാടായിരുന്നു.
സോ എംപിലാഡ് സ്കീമിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ബ്രീഫ് ചെയ്ത് തരാം. എന്താണ് എംപിലാഡ് സ്കീം നമ്മൾ പഠിച്ചത്? ചിലപ്പം ചോദിക്കാൻ പറഞ്ഞില്ലേ, ഈ എംപിലാഡ് സ്കീം കൊറോണ സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, കൊറോണ സമയത്ത് എന്തോ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുക നിങ്ങൾ. നോൺ ലാപ്സബിൾ ആണെന്നും വരുന്ന ഗവൺമെൻറ് ഏതാണ്? ഡിസ്ട്രിക്ട് അതോറിറ്റിയുടെ കയ്യിലാണ്. ഈ ഡിസ്ട്രിക്ട് അതോറിറ്റിയുടെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോപ്പർ ഐഡിയ മനസ്സിൽ വെച്ചിരിക്കുക. എല്ലാത്തിനും ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അല്ല കാണാപ്പാടം കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യത്തിൻ്റെ ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ഐഡിയ ലോജിക്കലി അപ്ലൈ ചെയ്യുക. UPSC ഒന്നുമില്ല, ഏതൊരു എക്സാം എഴുതാൻ പോയാലും ലോജിക്കും കാര്യങ്ങളും അറിയാമെങ്കിൽ മാത്രമേ പറ്റൂ. പണ്ടത്തെ കാലമല്ല, പണ്ട് UPSC ഞാൻ പറയുന്നില്ല, PSC പോലുള്ള പല എക്സാംസ് എഴുതാൻ വേണ്ടി നമുക്കൊരു പേന മാത്രം മതി. അവിടെ ചെന്ന് ഇങ്ങനെ കറക്കി കുത്തി പേന എടുത്ത് എറിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ് കിട്ടിയാൽ കിട്ടി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം കാര്യങ്ങളൊക്കെ മാറി. കൃത്യമായിട്ട് ഏതൊരു സബ്ജക്റ്റിൻ്റെ എക്സ്റ്റെൻസീവ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സബ്ജക്റ്റ് എഴുതിയെടുക്കാൻ പറ്റൂ. പോയി കറക്കി കുത്താമെന്ന് പറഞ്ഞാൽ കറക്കി കുത്തണവൻ എന്ത് ചെയ്യണം? അത്യാവശ്യം ലോജിക്ക് ഉള്ളതായിരിക്കണം. ഈ അത്യാവശ്യം ലോജിക്ക് നോളജ് ഇല്ലാത്തതിന് പോയി കറക്കി കുത്താൻ പറ്റുമോ? പറ്റൂല. അപ്പം അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്നവന് മാത്രമേ ഇപ്പോൾ കറക്കി കുത്തിയെങ്കിലും മാർക്ക് വാങ്ങാൻ പറ്റൂ. അല്ല ചിലവന്മാർ കിട്ടും, അതെനിക്ക് അറിഞ്ഞുകൂടാ, അത് അവരുടെ ലക്കായിരിക്കും. അല്ല 100% ലക്കോട് കൂടി കയറിയ ആരും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യും, നമുക്ക് നോക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റൻ, രാജ്യസഭയ്ക്ക് ഈക്വൽ പവർ, ലോകസഭയ്ക്കും രാജ്യസഭയ്ക്ക് ഈക്വൽ പവറുള്ള സമയം ഏതാണ്? നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച്. ഈ ക്വസ്റ്റൻ നമ്മൾ പഠിച്ചത് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തതൊന്നും പറയുന്നത് എന്താണ്? അമെൻമെൻ്റ് ആണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന പരിപാടി. എങ്ങനെയാണ്? ആർട്ടിക്കിൾ 362 ഉപയോഗിച്ച് നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും. ഈ അമെൻഡബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ അമെൻഡബിലിറ്റിക്ക് ആരാണ്? ലോകസഭ എന്ത് ചെയ്യുന്നു? ഒരു ബില്ല് പാസ് ചെയ്യുന്നു, പാസ്സാകുന്നു. രാജ്യസഭയിൽ എത്തുന്നു, പാസ്സാകുന്നു. എന്ത് ചെയ്യുന്നു? ഒരുപോലെ പവറുണ്ട്. ലോകസഭ പാസ് ചെയ്ത് രാജ്യസഭ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ വല്ലതും കാര്യം നടക്കുമോ? ജോയിൻ സിറ്റിംഗ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരുപോലെ ഈക്വൽ പവർ എവിടെയാണുള്ളത്? അമെൻഡ് ചെയ്യുന്നിടത്താണ്. മാറ്റേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ക്രിക്കറ്റ് ലോകസഭയ്ക്ക് ഒരു അധികാരവും ഇല്ല. രാജ്യസഭയാണ് അത് ഇനിഷ്യേറ്റ് എടുക്കേണ്ടത്. അപ്പോൾ രാജ്യസഭയുടെ എക്സ്ക്ലൂസീവ് പവറിൻ്റെ അണ്ടറിൽ വരും. ഒരു ഗവൺമെൻറ് റിമൂവ് ചെയ്യാൻ അവർക്ക് എന്തുണ്ട്? ഫോർ എക്സാമ്പിൾ ലോകസഭയിൽ എന്താണ് ഫസ്റ്റ് ബില്ല് പാസ്? അപ്പോൾ രാജ്യസഭ ഈക്വൽ പവർ ഇല്ല. കട്ട് മോഷൻസ്, ഒബ്വിയസ്ലി മോഷൻസ് ഒക്കെ എവിടെയാണ് നമ്മൾ നോൺ കോൺഫിഡൻസ് മോഷൻസും സെൻസർ മോഷൻസ് ഒക്കെ എവിടെയാണ് പഠിക്കുന്നത്? ഇതെല്ലാം കൃത്യമായി വരുന്നത് എവിടെയാണ്? കട്ട് മോഷൻസിലാണ്. അപ്പോൾ അത് ഒരു ഇതില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈക്വൽ പവർ ഉള്ളത് അമെൻഡബിലിറ്റിയിലാണ്. 2/3 മെജോറിറ്റി എന്ത് ചെയ്യണം? പാസ്സാക്കണം. മനസ്സിലായല്ലോ? ദെൻ ഈ ക്വസ്റ്റൻ നോക്കാം. ഇതൊക്കെ ജസ്റ്റ് ഫാക്ച്വൽ നോളജാണ്. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പറയില്ല, ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ആസ്പിറൻ്റ് ആണെങ്കിൽ മുമ്പോട്ട് നിങ്ങൾ പുറകിലോട്ട് പോകുന്നതോറും എന്ത് പറ്റും? ഈസി ആയിട്ട് തോന്നും. കാരണം നമ്മൾ ഓൾറെഡി ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഈ ഹാർഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും അവൻ വന്നിരുന്ന് എന്തൊക്കെയോ പറയണം, അവൻ പറഞ്ഞ എല്ലാം ഞാൻ പഠിച്ച് എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? അതാത് ചാപ്റ്റേഴ്സിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിക്കണം. അല്ല ഞാൻ ഒരിടത്തും പറഞ്ഞിട്ട് നിങ്ങൾ ഈ 5-10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ച് പരീക്ഷ പാസ്സാവും എന്നല്ല പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ എടുക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കിതിലൊരു തീം ഉണ്ടാക്കാൻ പറ്റും. 1. 2, നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു നോളേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് പഠിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ല നീ ഇത് പഠിച്ച് നിനക്ക് നാളെ പാസ്സാവുമെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ബിഗിനേഴ്സ് ആയിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി ബിഗിനേഴ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത്യാവശ്യം നോളജ് അറിയാവുന്ന ഒരാൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പോയാൽ. പക്ഷേ എൻ്റെ ബിഗിനറിനെ ബേസ് ചെയ്താൽ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരനെ എല്ലാം നാളെ ബുക്ക് എടുത്ത് വെച്ചാൽ എന്ത് പഠിക്കണമെന്നുള്ളത് ചിലപ്പോൾ ഒരുത്തിന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എനിക്ക് അവനെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഐഡിയ. അപ്പോൾ അത് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ഐഡിയയിൽ വേണം കാര്യങ്ങൾ കാണാൻ വേണ്ടി. അല്ല എല്ലാം ഈ ചോദ്യം മാത്രം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയി എന്നുള്ളതല്ല. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യുക? നോളജായിട്ട് പൊളിറ്റിയുടെ ഭാഗത്ത് ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം കവർ ചെയ്തിട്ട് വേണം അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാൻ. അങ്ങനത്തെ ഒരു ഐഡിയ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻകോർപ്പറേറ്റ്സ് ദ പ്രൊട്ടക്ഷൻ ഓഫ് അൺടച്ചബിലിറ്റി? നമ്മൾ പഠിച്ച എന്താണ്? അൺടച്ചബിലിറ്റിയെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഞാൻ കൃത്യമായി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ക്ലാസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു കണ്ടന്റ് ക്ലാസ്സേ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു കണ്ടന്റ് ക്ലാസ് ഞാൻ ചെയ്തപ്പോഴത്തേ ആ കണ്ടന്റ് ക്ലാസ്സിൽ നിന്ന് തന്നെ ഏകദേശം 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഏകദേശം കുറേ ചോദ്യം ഞാൻ കവർ ചെയ്തു. കാരണം ഞാൻ പോലും കണ്ടന്റ് ക്ലാസ് തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലാസ്സുകൾ കൃത്യമായിട്ട് തരാമെന്ന് ഉദ്ദേശിക്കുന്നത് ഏത് തീം ബേസ് ചെയ്താണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് അന്വേഷിച്ച് അതിന് എക്സ്റ്റെൻസീവായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ആ ക്ലാസ് തരാൻ ഉദ്ദേശിക്കുന്നത്. അല്ല എനിക്ക് രാവിലെ ഇരുന്നുകൊണ്ട് 1-ാം പാഠം 2-ാം പാഠം 3-ാം പാഠമോ നിങ്ങൾക്ക് ചുമ്മാ കുറേ പാഠങ്ങൾ എടുത്തിട്ട് നാളെ നിങ്ങൾ ചുമ്മാ ഇരുന്ന് വായിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അറ്റ് ദ മോസ്റ്റ് എന്താണ് നമുക്ക് ആവശ്യം? നമുക്ക് ആ കട്ട് ഓഫ് കിടക്കുക എന്നുള്ളത്, അതിനുള്ള മാർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ കുത്തിയിരുന്ന് പൊളിറ്റിക്ക് മൊത്തം പഠിച്ചത് എനിക്ക് അവാർഡൊന്നും കിട്ടാനില്ല. അപ്പം അത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ എന്താണോ ആ തീം തരണം, ആ തീമിൽ ആ കൃത്യമായിട്ട് ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പഠിച്ചു. 14 മുതൽ 18 വരെ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇക്വാളിറ്റിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ഈ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷനെ പറ്റി അതിൻ്റെ ഓരോ ആർട്ടിക്കിൾസ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്.
ടൈറ്റിൽസ് നമ്മളില്ല ഭാരതരത്ന കാര്യം നോക്കുക ടൈറ്റിൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഐഡിയയിലൂടെ കാര്യങ്ങൾ പഠിക്കുക. ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ് വാട്ട് ഐ എം സെയിങ്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. റൈറ്റ് ടു അൺടച്ചബിലിറ്റി ഏതിൽ വരും? ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ എന്താണ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 14 മുതൽ 18 വരെ എന്താണ് വരുന്നത്? റൈറ്റ് ടു ഇക്വാളിറ്റി ആണ്. അപ്പോൾ ഇതിൽ ആൻസർ ഏത് വരും? റൈറ്റ് ടു ഇക്വാളിറ്റി ആണെങ്കിൽ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 17 ഗാന്ധിജിക്ക് ജയ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് തോന്നുന്നു അൺടച്ചബിലിറ്റി. അതായത് ഫോർ എക്സാമ്പിൾ SC/ST അട്രോസിറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത് ഈ പറഞ്ഞ അൺടച്ചബിലിറ്റി ആക്ടിന് അണ്ടറിൽ വരും. അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് ഇവിടുത്തെ ഉത്തരം. വേറെ നോക്കാം, റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എവിടെ വരും? 23, 24. 24 ബഗാർ വരുമ്പോൾ റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ 23 വരും. റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 വരും. കോൺസ്റ്റിറ്റ്യൂഷൻ അബ്രൈസ് ആർട്ടിക്കിൾ 32. അത് ഏകദേശം 6 ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടെന്ന കാര്യം കൃത്യമായി അറിയാമല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് റൈറ്റ് ടു ഇക്വാളിറ്റി ആണ്. ഗോട്ട് ഇറ്റ്? ഓക്കെ. ദെൻ ഇൻ ഇന്ത്യ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി കംസ് ഫ്രം ദ എക്സിക്യൂട്ടീവ് ഇസ് ജോയിൻ. ഈ പറഞ്ഞ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഇതിൽ ഏതിലാണ് വരുന്നത്? പ്രിയാമ്പിൾ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? പ്രിയാമ്പിൾ നിങ്ങൾ വായിക്കുമ്പം വി സോളംലി ഇന്ത്യ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറൻ സോഷ്യൽ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ജസ്റ്റിസ് ഫ്രറ്റേണിറ്റി ഇക്വാളിറ്റി ലിബർട്ടി. പിന്നെ അവസാനം എന്ത് ചെയ്ത് ഓൺ ഐ ഡു ഹിയർ ബൈ അഡോപ്റ്റ് ദിസ് 1914 ഇങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. 7th ഷെഡ്യൂളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. ഇനി ഇങ്ങനെ വാക്കേ ഇല്ല, അത് വിട്ടേ കൺവെൻഷൻ പ്രകാരം. അപ്പോൾ ഉത്തരം എന്ത് ചെയ്യും? DPSP. അതായത് DPSPയിൽ അണ്ടർ ആർട്ടിക്കിൾ 15 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പഠിച്ചു 3 ടയറുണ്ട്. 3 ടയർ സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഈ ഫെഡറൽ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത് എന്താണ്? ലോ മേക്കിംഗ് ബോഡിയായ ലെജിസ്ലേച്ചർ അവിടെ ഉണ്ട്. ഇനി ഈ മേക്ക് ചെയ്ത ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു ബോഡി അവിടെ ഉണ്ട്. ദെൻ ഈ പറഞ്ഞ ബോഡി ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പം അത് കൃത്യമായിട്ടാണോ നടന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ എന്തുണ്ട്? ജുഡീഷ്യറി അവിടെ ഉണ്ട്. അപ്പോൾ ഈ 3 സ്പിയേഴ്സും ഒരുപോലെയാണ് മുമ്പോട്ട് പോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ തരുന്നത് ഏതായിരിക്കും? ബി ആണ്, DPSP. DPSPയിൽ ആർട്ടിക്കിൾ 15 അണ്ടറിലാണ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറിയെ പറ്റി പറയുന്നത്. സോ ഈ 3 ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇന്ത്യ ലീഗൽ സർവീസ് അതോറിറ്റി പ്രൊവൈഡ് എ ഫ്രീ ലീഗൽ സർവീസ് വിച്ച് ഓഫ് ഏതൊക്കെ ടൈപ്പ് സിറ്റിസൻസിനാണ് ഈ ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DPSP പഠിക്കുമ്പം അണ്ടർ ആർട്ടിക്കിൾ 39B ഓർ ഡി ആണ് നോക്കിയിട്ട് പറയാം. 39Dയിൽ ഫ്രീ ലീഗൽ എയ്ഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഫ്രീ ആയിട്ട് ലീഗൽ എയ്ഡ് കിട്ടും. അതായത് ചില ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഈ ക്രൈറ്റീരിയയിലുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടും? നിയമസഹായം, അതായത് ലോയർ. അതായത് ഫോർ എക്സാമ്പിൾ പൈസയും കാര്യങ്ങളില്ലാത്തവർക്ക് എന്ത് ചെയ്യുക? നിയമപരമായിട്ട് എന്ത് ചെയ്യുന്നു? ചില നമ്മൾ കോടതിയിലൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? പൈസയൊന്നുമില്ല, എന്ത് ചെയ്യും? കോടതി തന്നെ ഒരു ലോയറിനെ നമുക്ക് എന്ത് വക്കീലിനെ അറേഞ്ച് ചെയ്ത് തരും. ഫ്രീ ലീഗൽ എയ്ഡ്. ഇത് കിട്ടണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, 1 ലക്ഷത്തിന് താഴെ ഇൻകമുള്ള ആളായിരിക്കണം. ഇനി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആണെങ്കിൽ എന്തിനാ? ആനുവൽ ഇൻകം ഷുഡ് ബി ലെസ് ദാൻ 2 ലാക്ക്. ഇനി SC/ST കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് പറ്റും? അവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടും. വുമൺ, ചൈൽഡ്, അതായത് വുമണും ചൈൽഡിനുമൊക്കെ എന്ത് കിട്ടും? ഈ പറഞ്ഞ ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടും. പക്ഷേ OBC കാറ്റഗറി ഉള്ളവർക്ക് ഇല്ല. ഇവിടെ ചോദിച്ചാൽ എന്താണ്? മെമ്പേഴ്സ് ഓഫ് OBC കിട്ടുമോ? ഇല്ല. അപ്പോഴേ നമ്മൾ തെറ്റ് പോയി. നമ്മൾ 2 ഉള്ളൂ. 1 2 ആൻസർ വരുന്ന അവിടെ ഉണ്ട്. ഇതേ ഉള്ളൂ. ഇനി സീനിയർ സിറ്റിസൺ കിട്ടുമോ? കിട്ടും. പക്ഷേ ഇവിടെ പറഞ്ഞ ഓൾ സീനിയർ എല്ലാ സിറ്റിസൺസും കിട്ടൂല. ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഈ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്രൈറ്റീരിയയിൽ വരുന്ന സിറ്റിസണിന് മാത്രമേ എന്ത് കിട്ടൂ? ഈ പറഞ്ഞ സംഭവം കിട്ടും. എല്ലാവർക്കും കൊടുക്കില്ല. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ എന്താണ്? നിങ്ങൾ DPSP പഠിക്കുമ്പോൾ ഞാൻ പറയാം, DPSP എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുന്നത് കുറേ ഉണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് DPSP എന്നാണ്. അപ്പോൾ അത് നമ്മൾ കോണ്ടന്റ് ക്ലാസ് എടുക്കുമ്പം കൃത്യമായിട്ടും അതിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങളിത് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ മനസ്സിലാക്കുക എന്താണ്? DPSP ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വായിക്കണം. അത് വായിക്കാതെ നമ്മൾ പോയിരുന്നുകൊണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി മാത്രം രാവിലെയും രാത്രിയും വായിച്ചിട്ട് കാര്യമുണ്ടോ? DPSP വായിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കുക. ഏത് ചാപ്റ്റർ ഞാൻ പഠിക്കണം, ഇന്ന ചാപ്റ്ററും ചോദിച്ചിട്ടുണ്ട്, അപ്പം ഇത് ഞാൻ ആദ്യം കവർ ചെയ്യണം, റിവൈസ് ചെയ്യണം, അടുത്ത പഠിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ. ദെൻ അതർ ദാൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാതെ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാതെ പ്രിയാമ്പിളുണ്ട്. DPSPയിലും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലും എല്ലാം എന്തുണ്ട്? ഈ പറഞ്ഞ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രിയാമ്പിൾ പറയുന്നില്ലേ? അതായത് ഹ്യൂമൻ റൈറ്റ്സിനെ ബന്ധപ്പെട്ടുള്ള ഹാനികരിക്കാൻ പാടില്ല എന്നുള്ള ക്ലിയർ കാര്യങ്ങൾ പ്രിയാമ്പിളിലും DPSP വായിക്കുമ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ വായിക്കുമ്പോൾ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തൊക്കെ പ്രൊവിഷൻസ് ഉണ്ടെന്നുള്ളതാണ്. പ്രിയാമ്പിൾ അങ്ങനത്തെ പ്രൊവിഷൻസ് ഉണ്ട്. ഫോർ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ വായിക്കുമ്പോഴും അങ്ങനെ പ്രൊവിഷൻസ് ഇല്ലേ? അതായത് ഫ്രറ്റേണിറ്റി, മദർഹുഡ്, ബ്രദർഹുഡ് കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ? DPSPയിൽ അങ്ങനെ കുറേ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. I think around the socialist principles itself, it talks about all these universal declaration of human rights ൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്തായാലും ഉണ്ട്. അത് ഫോർ നാഷണൽ സർവീസ് റെൻഡർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇനി ഈ ചോദ്യം നമ്മൾ മുമ്പും ചെയ്തിട്ടുള്ളതാണ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണാലിസം. ഐ ഓൾറെഡി ടോൾഡ് യു അബൌട്ട് ദ ലിമിറ്റഡ് ഗവൺമെൻറ്.
ഇനി ഇൻ ദ പാർട്ടി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആർക്കാണ് റെസ്പോൺസിബിൾ? ഈ ചോദ്യം വായിക്കുന്ന മനസ്സിലായി ബി ആണ്. അതായത് എന്താണ് ഗവൺമെൻറ് ആർക്കാണ് റെസ്പോൺസിബിൾ? ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പാർലമെൻറ്റ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടുവേർഡ്സ് ലോകസഭ. ലോകസഭയ്ക്ക് മാത്രം കളക്റ്റീവ് റെസ്പോൺസിബിൾ ആണ്. കാരണം ലോകസഭയിൽ എന്താണ് പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റർ സ്വിം ആൻഡ് സിങ് ടുഗദർ, ഒരുമിച്ചാണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ രാജിവെച്ച് കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ വരിയായിട്ട് ഓരോ രാജ്യത്തൊക്കെ സമർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൈം മിനിസ്റ്റർ പോയാൽ അനുമാനിക്കാം ബാക്കിയുള്ളവരും പോയെന്ന്. നമ്മളത് അവിടെ എന്ത് ചെയ്യാണ് ചിന്തിക്കുകയാണ്. സോ ഇവിടെ എന്താണ് ഗവൺമെൻറ് ആർക്കാണ് റെസ്പോൺസിബിൾ? പാർലമെൻറ്റിനാണ് റെസ്പോൺസിബിൾ. ഗവൺമെൻറ് പാർലമെൻറ്റിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ കാര്യങ്ങൾ ചോദിക്കുന്നത് അവിടെ ആയിരിക്കും. പാർലമെൻറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഗവൺമെൻറ് ഉള്ള സമയത്ത് നരേന്ദ്രമോദിയാണ് ഫോർ എക്സാമ്പിൾ ആ പ്രൈം മിനിസ്റ്റർ എങ്കിൽ എന്ത് പറ്റുന്നു? ഫ്ലോറിൽ നോൺ കോൺഫിഡൻസ് മോഷൻ ഒപ്പോസിഷൻ പാർട്ടി ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരെ ഫ്ലോറിൽ മെജോറിറ്റി കാണിക്കണം. മെജോറിറ്റി കാണിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചോ എന്ത് പറ്റും? ആ ഗവൺമെൻറ് താഴെ പോകും. സോ ദ ഗവൺമെൻറ് വിൽ ടോപ്പിൾ ഡൗൺ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. അതാണ് ഈ ഗവൺമെൻറ് പാർലമെൻറ്റ് റെസ്പോൺസിബിൾ ആണ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ല. ഓക്കെ. സോ വിച്ച് ഓഫ് ദി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ദ ഐഡിയൽ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്? DPSP ആണ്. DPSP എത്ര ചോദ്യങ്ങൾ കണ്ടുവേണം? ഏകദേശം 2-3 ചോദ്യം ഇപ്പം തന്നെ നമ്മൾ DPSP എന്ന് കണ്ടില്ല. അപ്പോൾ DPSP ഇമ്പോർട്ടൻ്റ് ആണ്. DPSP പഠിക്കണം. DPSP എന്നുള്ള ചോദ്യങ്ങൾ കുറേ ഉണ്ട്. ഇവിടെ ഐഡിയൽ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ചോദിച്ചു. മുമ്പ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് വയലേറ്റ്സ് വിച്ച് ഓഫ് ദിസ് പാർട്ട് എന്ന് ചോദിച്ചാൽ അതാണ് DPSP ആയിരുന്നു. അപ്പോൾ DPSP ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ എവിടെയൊക്കെ വരും? അണ്ടർ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ഉള്ള എല്ലാ ആർട്ടിക്കിളും പഠിക്കണമെന്ന് വെച്ചാൽ പഠിക്കണം. ഇനി ചിലർ ചിന്തിക്കും 495 ആർട്ടിക്കിളുണ്ട്, ഇത്രയും ആർട്ടിക്കിളൊക്കെ പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന കുറേ കൂട്ടുകാർ കാണും. അവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനും പഠിച്ചപ്പോൾ ഞാൻ ആർട്ടിക്കിളെല്ലാം 495 ആർട്ടിക്കിൾ കാണാൻ പഠിച്ചിട്ടില്ല സത്യം. പക്ഷേ എൻ്റെ പ്രിപ്പറേഷൻ ജേണിയിൽ പലവട്ടം ന്യൂസ് പേപ്പറും വായിച്ച് നോട്ടുകളും ക്രിയേറ്റ് ചെയ്ത് പഠിച്ച് വരുമ്പോൾ ഈ 495 ഏകദേശം അവിടെ ഇവിടെ മൂലയൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് പഠിക്കുള്ളൂ. അതങ്ങനെയാണ്. അതിൻ്റെ ഒരു ഘടന അങ്ങനെയാണ്. നിങ്ങളൊരു കാര്യം ഡെയിലി റുട്ടീനായിട്ട് ചെയ്യണമെന്ന് വെച്ചോ, ഇത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറുകയാണ്. മാറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പം പിന്നെ വലിയ സമയമൊന്നും എടുക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അല്ലാതെ ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കാൻ കാര്യമൊന്നുമില്ല. സോ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, ഡിസിപ്ലിൻ ആയിരിക്കണം, കൺസ്റ്റൻ്റ് ആയിരിക്കണം, ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ദയവേദി ഈ പരിപാടിക്ക് ഇറങ്ങല്. ഞാൻ പറയില്ല, ഇത് മറ്റേ ചെറിയ പരിപാടിയൊന്നുമില്ല, കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട പരിപാടിയാണ്. കാരണം കുറച്ച് സിലബസ് വാസ്റ്റാണ്. കൃത്യമായി പഠിച്ച് റുട്ടീൻ ചെയ്തൊരു കുട്ടിക്ക് ക്രാക്ക് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അല്ലാതെ ഇന്ന് വായിച്ച് ഞാൻ നാളെ 2 ദിവസം കഴിഞ്ഞ് അടുത്ത ഞാൻ തിങ്കളാഴ്ച ഞാൻ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ കുറച്ച് ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇനി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കാറ്റ് അപ്രോ ബ്യൂറോക്രസി. ഇതേപോലെ കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. ലിബർട്ടിയെ പറ്റിയ ഒരു ഐഡിയ എന്താണ് ലിബർട്ടി? പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അൺഗൈഡഡ് ആൻഡ് അൺകൺട്രോൾഡ് പവർ ലെജിസ്ലേറ്റീവിന് കൊടുത്ത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വെച്ചാൽ അവിടെ എന്താ ഇക്വാളിറ്റി വയലേറ്റ് ചെയ്യപ്പെടുന്നു പറഞ്ഞു. അപ്പോൾ ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, ലിബർട്ടി ഇങ്ങനത്തെ കുറച്ച് ഐഡിയാസിൽ പൊളിറ്റിക്കൽ സയൻസ് ഐ തിങ്ക് +1 പൊളിറ്റിക്കൽ സയൻസ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ആ ഐഡിയാസൊക്കെ ചിലതൊക്കെ ഒരു ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ആ ഒരു തീം ബേസ്ഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ബ്യൂറോക്രസി ചോദിച്ചു. ബ്യൂറോക്രസിയുടെ ജോലി എന്താണ്? പാർലമെൻറ്റുമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല, ഇവിടെയല്ല. എന്താണ്? ഡി വരും. അതായത് പബ്ലിക് പോളിസി. ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പബ്ലിക് പോളിസി ഉണ്ട്. ഈ പബ്ലിക് പോളിസി വെച്ചാൽ നിയമം കാര്യങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അവരെന്ത് ചെയ്യുക? കൃത്യമായിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ജില്ലാ കളക്ടർ ആയിരുന്നാലും പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നാലും കൃത്യമായിട്ടുള്ള നിയമം കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവർ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. വേറെ ജോലികളുണ്ടോ അവർക്ക്? ഇല്ല, അത് അവരുടെ ജോലിയാണ്. ഓക്കെ. ഇനി ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് എ ബേസ് സ്ട്രക്ചർ. ഇത് വായിക്കുമ്പോഴേ നമ്മൾ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നില്ലേ? കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും ബേസ് സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു ബേസ് സ്ട്രക്ചർ എങ്ങനെയാണ് വന്നത്? നമ്മൾ അത് പൊളിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കേൾക്കുന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1973. അതിലാണ് ബേസ് സ്ട്രക്ചർ വന്നതെന്ന് കൊച്ചു പിള്ളേർക്ക് പോലെ അറിയാം. കൊച്ചു പിള്ളേർക്ക് അറിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ UPSC പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം. ഓക്കെ. സോ 73 വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഏകദേശം ഐ തിങ്ക് അറൗണ്ട് ചെമ്പകൻ ദൊറൈരാജൻ കേസുണ്ട്. ചെമ്പകൻ ദൊറൈരാജൻ കേസ് 1951 വരുമ്പം ആദ്യമായിട്ട് സുപ്രീം കോടതിന് മുമ്പിൽ വരുന്നത് മൈ ഡിയർ സുപ്രീം കോർട്ട് ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ് DPSP ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇടയ്ക്ക് കയറി വരുന്നു എന്ന് പറയും. അപ്പോൾ കോടതി പറഞ്ഞ എന്താണ്? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ത് ചെയ്യും? പ്രിവെയിൽ ചെയ്ത് എപ്പോഴും നിൽക്കും. ഒരിക്കലും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിന് DPSP ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ DPSPക്ക് സുപ്പീരിയർ പവറില്ല, ഇൻഫീരിയർ പവർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ ചെമ്പകൻ ദൊറൈരാജൻ കേസിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു കേസ് വന്ന് ഗോലഖ്നാഥ് കേസ്. ഈ ഗോലഖ്നാഥ് കേസ് 1967 കേട്ടോ നടക്കുന്നത്. 67 ഗോലഖ്നാഥ് കേസ് നടന്നത് സുപ്രീം കോടതി പറയുന്ന പാർലമെൻറ്റിന് ഫണ്ടമെൻ്റൽ റൈറ്റിന് അമെൻഡ് ചെയ്യാനുള്ള അധികാരവുമില്ല. ഇതിനെ തിരിച്ച് വൈസ് വേഴ്സ പറഞ്ഞ കേസാണ് ഈ പറഞ്ഞ ഐ തിങ്ക് ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ ശങ്കരി പ്രസാദിൽ പറയുവാണ് ഇല്ല, അതിനെ വൈസ് വേഴ്സ് ചെയ്തു. അവസാനം എന്ത് ചെയ്തു? 1973 ഒരു 13 ബെഞ്ച്, ഏകദേശം അത്രയും 13 ബെഞ്ച് ഉണ്ടായിരുന്ന ഒരു സുപ്രീം കോർട്ടിൽ എന്ത് ചെയ്യുന്നു? ഒരു
തീരുമാനം വരുവാണ് എന്താണ്, പാർലമെൻറ്റ് യു ക്യാൻ അമെൻഡ് എനി പാർട്ട് ബട്ട് യു ക്യാനോട്ട് ടച്ച് ദി ബേസിക് സ്ട്രക്ചർ തൊട്ടാൻ പറ്റില്ല, ബാക്കി എന്തുവാണ് നിങ്ങൾ ചെയ്തത് എനിക്കൊരു പ്രശ്നമില്ല. ഈ എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് സുപ്രീം കോടതി പറഞ്ഞില്ല, പക്ഷേ സുപ്രീം കോടതി പല ഇൻ്റർപ്രിട്ടേഷൻസ് വഴി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ എന്ന്. ഫോർ എക്സാമ്പിൾ സൂപ്പർമിസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഫോർ എക്സാമ്പിൾ പ്രിയാമ്പിളിൽ വരുന്ന പല വാക്കുകൾ, ഫോർ എക്സാമ്പിൾ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, അങ്ങനെ ചില വാക്കുകൾ, ഇങ്ങനത്തെ വാക്കുകൾ നിങ്ങൾ തൊടാൻ പറ്റില്ല, ബാക്കി നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള കേശവാനന്ദ ഭാരതി കേസിലും പറഞ്ഞു. കൃത്യമായ ബേസ് സ്ട്രക്ചർ വന്ന കേസാണ് മിനർവ മിൽ കേസ്. നിങ്ങൾ ഈ കേസൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ കേസ് ചോദിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ കേസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്തിനും ടൈം ലൈൻ മനസ്സിലാവും, എങ്ങനെയാണ് ഈ സംഭവം ഇവോൾവ് ചെയ്യുന്ന ടൈം ലൈൻ മനസ്സിലാവും. ഈ ടൈം ലൈൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സംഭവം ഇങ്ങനെയാണ് വന്നത്, അല്ല ചുമ്മാ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല, പൊളിറ്റി ഒന്നും കാണാപ്പാടം പഠിക്കേണ്ട, നമുക്ക് ആ കഥ പോലെ ആ ക്യൂരിയോസിറ്റി പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ കേസും കാര്യങ്ങളെങ്കിലും ആ കേസ് ഇങ്ങനെയൊക്കെ, അപ്പം നാളെ നിങ്ങൾക്ക് ഇന്നലെ നാളെ ഭാവിയിൽ ഉപകാരപ്പെടാം ഈ കേസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ. ഓക്കെ, സോ ഇതിൻ്റെ ഉത്തരം ഒന്ന് തെറ്റാണെന്ന് പഠിച്ചു, തെറ്റാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ജുഡീഷ്യൽ റിവ്യൂ, എവിടെയും കൊടുത്തിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ജുഡീഷ്യൽ റിവ്യൂ ഇല്ല. ജുഡീഷ്യൽ റിവ്യൂ ആരുടെ അധികാരമാണ്? സുപ്രീം കോടതിയുടെ അണ്ടറിലാണ് അധികാരമാണ്, അപ്പോൾ അതുമില്ല. നൈദർ ദ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആൻസർ. ഇനി പ്രിയാമ്പിളിനെ പറ്റി രണ്ടും ചോദ്യം. പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? പ്രിയാമ്പിൾ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്, പക്ഷേ എന്താ ലീഗൽ എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഈ ലീഗൽ എഫക്റ്റ് ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണോ അല്ലയോ? അല്ല എന്ന് ബെർബാറി യൂണിയൻ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞു. എന്നിട്ട് കേശവാനന്ദ ഭാരതി കേസ് വന്നപ്പോഴത്തേക്കും 1973 കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതി ക്ലിയർലി പറഞ്ഞാണ് പ്രിയാമ്പിൾ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസ് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുമോ പറ്റൂല. പക്ഷേ എന്താണ് ഇത് ചെയ്തില്ല, എൻഫോഴ്സ് ചെയ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോകാൻ അങ്ങനെ പരിപാടി നടക്കില്ല. എന്താണ് ഈസ് റിവീൽ ദ സോഴ്സ് ഓഫ് അതോറിറ്റി ദ കോൺസ്റ്റിറ്റ്യൂഷൻ വേർഡ് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. എന്താണ് നേച്ചർ എന്താണ്? സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നുള്ള വാക്കല്ല, അതാണ് നേച്ചർ എന്ന് പറഞ്ഞത്. ഒബ്ജക്റ്റ് എന്താണ് പ്രിയാമ്പിളിൻ്റെ? ജസ്റ്റിസ്. എന്ത് ജസ്റ്റിസ് ആണ്? പൊളിറ്റിക്കൽ ജസ്റ്റിസ് കിട്ടണം. ലിബർട്ടി ഓഫ് ഇക്വാളിറ്റി, ദെൻ ഫ്രട്ടേണിറ്റി, കോമൺ ബ്രദർഹുഡും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. 1949 നവംബർ 26 അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. ജാനുവരി 26 1950 എന്ത് ചെയ്യുന്നു? എൻഫോഴ്സ് ചെയ്യപ്പെടുന്നു. ഇങ്ങനത്തെ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് അറിയാം. പ്രിയാമ്പിൾ നമ്മൾ 5-6 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു, അതിനൊക്കെ കുറേ ഐഡിയാസ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് കൂട്ടിച്ചേർക്കാം. ദെൻ പാർട്ട് 4 ഓഫ് പിന്നെയും കിടക്കും. പിന്നെയും DPSP ചോദിച്ചില്ലേ? ഇപ്പോൾ ഞാൻ ഞാനൊരു 10-30 മിനിറ്റ് ചുമ്മാ ഇരുന്ന് ഇവിടെ കളി അടിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൃത്യമായ ചോദ്യങ്ങൾ വരുന്നില്ലേ? DPSP എന്തോരം ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. അപ്പോൾ മനസ്സിലായി DPSP എന്ന് പറഞ്ഞ ചാപ്റ്റർ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ DPSP എന്ന ചാപ്റ്റർ ഇത്രയും പഠിക്കാതെ ഒരുത്തം പോയി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി 4-5 ദിവസം കുത്തിയിരുന്ന് പഠിച്ചാൽ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ ഭാഗ്യം പക്ഷേ ഇത് നമുക്ക് പിന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലേ? അപ്പോൾ ദർ ഇസ് എ പ്രോബബിലിറ്റി ഓഫ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ. സോ പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ദേ ഷാൾ ബി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചു DPSP എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ദേ ഷാൾ നോട്ട് ബി എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട്. ഏതെങ്കിലും കോടതിക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ദേ ഷാൾ നോട്ട് ബി എൻഫോഴ്സിബിൾ. ഓക്കെ. പ്രിൻസിപ്പൾസ് ലേഡ് ഡൗൺ ഇൻ ദ പാർട്ട് ഓഫ് ദി ഇൻഫ്ലുവൻസ് ലോ മേക്കിംഗ് ബോഡി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. അതായത് 2 ഉം 3 വരും. അതായത് ബേസിക്കലി അംബേദ്കർ പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ ഗവൺമെൻറ് രൂപീകരിക്കുക. ഓക്കെ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് DPSPകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ട, പക്ഷേ നിങ്ങളിത് ഫേസ് ചെയ്യുന്ന നെക്സ്റ്റ് ഇലക്ഷൻ സമയത്തായിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം ഈ DPSP എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഗവൺമെൻറ് രൂപീകരിച്ച ഒരു വെൽഫെയർ ആണ്, ഒരു ഡെമോക്രസിയാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം അവിടുത്തെ ഡെമോക്രസി കൃത്യമായുള്ള കാര്യങ്ങൾ കിട്ടണം. അതായത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം, അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് നിങ്ങൾ ഉണ്ടാക്കണം, പിന്നെ എൻവയോൺമെൻറ്റും കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യണം. അങ്ങനെ കുറേ ഐഡിയാസ് ഈ പറഞ്ഞ DPSPയിൽ പറയുന്നുണ്ട്. അതായത് ബേസിക്കലി നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ആർട്ടിക്കിൾ 38 എന്ത് പറയുന്നുണ്ട്? പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദി സ്റ്റേറ്റ് ബൈ സെക്യൂറിംഗ് പ്രൊട്ടക്ടിങ് ദി സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ. ഈ പറഞ്ഞ സോഷ്യൽ ജസ്റ്റിസും എക്കണോമിക് ജസ്റ്റിസും എല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്ത് ഇനിക്വാളിറ്റി, അതായത് ഒരു ഇല്ലാത്തവനും ഉള്ളവനും തമ്മിൽ അന്തരമുണ്ട്, ഈ അന്തരം നമ്മൾ കുറയ്ക്കണം. ഇതാണ് ഈ 42nd അമെൻമെൻറ്റ് ആക്ടിലൂടെ വന്നത്. നോട്ട് 42nd 44th അമെൻമെൻറ്റ് ആക്ടിലൂടെ വന്നതാണ്. ഇനിക്വാളിറ്റി എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. അതായത് ഇല്ലാത്തവൻ ഉള്ളവന് കൊടുക്കുക, അത്രേ ഉള്ളൂ. ആർട്ടിക്കിൾ 39 എന്ത് പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 39 നമ്മൾ മുമ്പ് ചോദിച്ചില്ലേ, ഫോർ എക്സാമ്പിൾ ഓണർഷിപ്പ് ഓഫ് മെറ്റീരിയൽ റിസോഴ്സ്, ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് എന്ത്, ഓണർഷിപ്പ് ഓഫ് മെറ്റീരിയൽ റിസോഴ്സ് ഒരാൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് ലൈവ്ലിഹുഡ് വേണം. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഫ്യൂവർ ഹാൻഡ്സ്, അതെന്ത് ചോദിച്ചിട്ടുണ്ട്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതും ഏത് ആർട്ടിക്കിൾ 39 വരും. ഇനി 41 എന്ത് പറയുന്നുണ്ട്? റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ, പബ്ലിക് അസിസ്റ്റൻസ്, ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കുക, കൃത്യമായ സ്ലൈഡിൽ കൊടുത്തേക്കാം. 43 എന്താണ്? സെക്യൂർ ഓൾ ദ വർക്കേഴ്സ് എ ലിവിംഗ് വേജ്, കൃത്യമായിട്ട് ലിവിംഗ് വേജ്, ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അവർ കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. 43A സ്റ്റേറ്റ് ഷാൾ സെക്യൂർ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രീസ്. ദെൻ ഓർഗനൈസേഷൻ വില്ലേജ് പഞ്ചായത്ത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ള കൃത്യമായിട്ട് ആർട്ടിക്കിൾ 40 പറയുന്നുണ്ട്.
കോട്ടേജ് ഇൻഡസ്ട്രികളെ പ്രൊമോട്ട് അതായത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് വരുന്ന ആർട്ടിക്കിൾ 43 വരുന്നുണ്ട്. 43 വേറെ 43A വേറെ, രണ്ട് ഡിഫറൻസ് വെച്ച് മനസ്സിലാക്കുക. ദെൻ 43B 46 പറയുന്നുണ്ട് പ്രൊമോട്ട് എഡ്യൂക്കേഷൻ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് വീക്കർ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. ദെൻ കൗ സ്ലോട്ടർ, കാഫ്സ്, അതർ മിൽസ്, ഇങ്ങനെയൊക്കെ കൗ സ്ലോട്ടറൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യാന്ന് 48 പറയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം സ്ലോട്ടർ ഓഫ് കൗസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. നമുക്ക് ഉടനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താണ് ഇത്? നോൺ എൻഫോഴ്സബിൾ ആണ്. ഈ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കോടതിക്ക് സമീപിക്കാൻ പറ്റൂല. ദെൻ 44 യൂണിഫോം സിവിൽ കോഡ് നമ്മൾ പഠിച്ചില്ലേ? യൂണിഫോം സിവിൽ കോഡ് ചോദിച്ചിട്ടുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ 45 പറഞ്ഞു 6 to 2 years. 48 ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഒരു PSC പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഇംപ്രൂവ് എൻവയോൺമെൻറ്റിനെ പറ്റി. മോണം ആൻഡ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യൽ ഫ്രം എക്സിക്യൂട്ടീവ് അവരുടെ ഇതാ കിടക്കുന്നു ആർട്ടിക്കിൾ. ഞാൻ പറഞ്ഞില്ലേ സെപ്പറേറ്റ് ജുഡീഷ്യൽ എവിടെയാണ് കിടക്കുന്നത്? 50-ലാണ്. അപ്പോൾ 2 ചോദ്യം അതേ സമയം ചോദിച്ചില്ലേ? ഒരേ സമയം 2 ചോദ്യം അതേ സ്പെഷ്യൽ ടോപ്പിക്കിന് ആ ടോപ്പിക് ചോദിച്ചിട്ടില്ലേ? അത്രേ ഉള്ളൂ. ദെൻ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. മനസ്സിലായില്ല? അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് again I am stressing. So it's so important. Try to cover all the chapters. പിന്നെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. എനിക്കിതൊക്കെ അറിയാം. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വെറുതെ വെച്ചോളുന്ന കാര്യമില്ല, നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. അപ്പോൾ നിങ്ങളിത് പഠിക്കുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. അതെൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നമുക്കിപ്പോൾ ഡിജിറ്റൽ ഇയറയിൽ ഏറ്റവും കൂടുതൽ ഗുണമെന്ന് പറഞ്ഞാൽ എവിടെ ഇരുന്ന് എന്ത് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് ഇഷ്ടം പോലെയുണ്ട്. അത് കൃത്യമായിട്ട് കളക്ട് ചെയ്യുക. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ചുമ്മാ വാങ്ങിച്ച് കയ്യിൽ വെച്ചെന്ന് പറഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ സമ്മൺ എ സെഷൻ ഓഫ് പാർലമെൻറ്റ്. പ്രസിഡന്റിന് എവിടെ ചിന്തിക്കുന്നോ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പാർലമെൻറ്റ് രൂപീകരിക്കാൻ പറ്റും. തിങ്സ് ഹി ഓർ ഷീ ഫിറ്റ്സ്. കറക്റ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് 3 സെഷൻസ്. ഈ ചില വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ പറയുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 സെഷൻ എന്ന് പറയുന്നില്ല. സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും വലിയ സെഷനാണ് ബഡ്ജറ്റ് സെഷൻ, അവിടെ തന്നെ കാണും. പിന്നെ എന്തുണ്ട്, ഒരു മൺസൂൺ സെഷനുണ്ട്, പിന്നെ വിൻ്റർ സെഷൻ നടത്തും. ഇത് ഏറ്റവും വലുതാണ് ബഡ്ജറ്റ് സെഷൻ. 3 സെഷൻ നടക്കാറുണ്ട്. പിന്നെ ഈ മിനിമം നമ്പർ ഓഫ് ഡേയ്സ് ഒരിടത്തും പറയുന്നത് പാർലമെൻറ്റ് ഇത്ര വരെ കൂടണം. ഐ തിങ്ക് അറൗണ്ട് പണ്ട് ലോകസഭ അറൗണ്ട് 170 days ആയി, പിന്നെ 70 days ആയി, ഇങ്ങനെ കുറഞ്ഞ് താഴോട്ട് വന്നിട്ടേ ഉള്ളൂ. അല്ല കറക്റ്റായിട്ട് പോകും. അപ്പോൾ ഇതും ശരിയായിട്ട് വരും. ഇത് തെറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഇതും ശരി. 1 and 3 വരുന്ന ക്വസ്റ്റൻ 1 and 3 C. സോ ഇറ്റ്സ് കറക്റ്റ് ആൻസർ. ദെൻ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എ പേഴ്സൺ ഈസ് എലിജിബിൾ ടു വോട്ട്. ആലോചിക്കണം, എലിജിബിൾ ടു വോട്ട്. ഒരാൾക്ക് വോട്ടിംഗ് ഏജ് എത്രാമത് പ്രായമാണ്? 18 വയസ്സാണ്. മുമ്പ് 21 വയസ്സിനെ കുറച്ച് 18 ആക്കി. ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ്? അമെൻമെൻ്റ് ആണ്. 63rd അമെൻമെൻറ്റ് ആക്ട് ആണ്. അപ്പം 18 വയസ്സ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അവന് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു സ്റ്റേറ്റിലെ മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണ മിനിമം ഏജ് എത്രയാണ്? 25 years. ഐ അണ്ടർസ്റ്റുഡ് ദ ലോജിക്. അതാണ് ലോജിക് അവിടെ. വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഒരിക്കലും എന്ത് പറ്റില്ല, നിങ്ങൾക്കൊരു മിനിസ്റ്റർ ആകാൻ പറ്റില്ല. മിനിസ്റ്ററിൻ്റെ ഏജ് 25 ആണ്. അപ്പോൾ തെറ്റ്. ദെൻ RP ആക്ട് അനുസരിച്ച് എ പേഴ്സൺ കൺവിക്റ്റഡ് ഓഫ് എ ക്രിമിനൽ ഒഫൻസ് സെൻറ്റൻസ്ഡ് ടു ഇംപ്രിസൺമെന്റ് 5 years ഈസ് പെർമനൻ്റ്ലി ഡിസ്ക്വാളിഫൈഡ്. 5 years എന്ന് പറയുന്നില്ല. എന്താണ്? നോട്ട് ലെസ് ദാൻ 2 years. നോട്ട് ലെസ് ദാൻ 2 years ആണ്. അപ്പം നൈദറാണ് വരുന്നത്. അതായത് ഇത് വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയെ ഇടയ്ക്ക് വെച്ച് പാർലമെൻറ്റിന് പുറത്താക്കി, അതായത് ഒരു ഒഫൻസിൽ ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് ഡിഫമേഷൻ കേസിൽ എന്ത് പുറത്താക്കപ്പെടുന്നുണ്ട്. ഡിഫമേഷൻ കേസിൽ അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ MP സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഡിസ്ക്വാളിഫിക്കേഷൻ പ്രൊസീജിയർ നടക്കുന്നുണ്ട്. ഈ ഡിസ്ക്വാളിഫിക്കേഷൻ പ്രൊസീജിയർ നടക്കുന്നതെന്ന് പറയുന്നത്, അതായത് ബേസിക്കലി ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന 3 സിറ്റുവേഷനിലാണ്. ആർട്ടിക്കിൾ 101 ഉണ്ട്. ഈ ആർട്ടിക്കിൾ 101 ഉപയോഗിച്ചും 119(1). 101 എവിടെയാണ്? ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, അൺസൗണ്ട് മൈൻഡ്, ഇൻസോൾവെൻ്റ് ആയിട്ട്, അതായത് പൈസയൊന്നും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഇൻസോൾവെൻ്റ് എന്ന് പറയും. ഡെപ്റ്റ് ആ ഇൻസോൾവെൻ്റ് ആവുന്ന സമയത്ത്, സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ 10th schedule നമ്മൾ പഠിച്ചില്ലേ, ആൻറ്റി ഡിഫെക്ഷൻ ലോ പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു MP ഡിസ്ക്വാളിഫൈ അല്ലെങ്കിൽ MLA ഡിസ്ക്വാളിഫൈ ചെയ്യാം. ഇനി RP ആക്ട് പറയുന്നത് എന്തൊക്കെയാണ്? സെക്ഷൻ 80 പറയുന്നത്, സെക്ഷൻ 8(1) എന്താണ്? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്രൊമോട്ടിംഗ് എനിമിറ്റി, ഏതെങ്കിലും 2 ഗ്രൂപ്പിൻ്റെ ഇടയിൽ എനിമിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ബ്രൈബറി വാങ്ങുന്ന സമയത്ത് എന്താ ഡിസ്ക്വാളിഫൈ ചെയ്യാം. 2 എന്ത് പറയുന്നുണ്ട്? എന്തെങ്കിലും ഹോർഡിംഗ്, പ്രോഫിറ്ററിങ്, അഡൾട്രേഷൻ ഓഫ് ഫുഡ് ഡ്രഗ്സ്, അങ്ങനത്തെ ഏതെങ്കിലും കൺവിക്ഷൻ. ഇവിടെയാണ് സംഭവം. കണ്ടോ? സെൻറ്റൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 6 months ഓഫ് ആൻ ഒഫൻസ് അണ്ടർ പ്രൊവിഷൻസ് ഓഫ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. നോട്ട് ലെസ് ദാൻ 2 years. അതാണ് സെക്ഷൻ 3. നോട്ട് ലെസ് ദാൻ 2 years. 2 വർഷത്തെ ഏതെങ്കിലും രീതിയിലുള്ള കോടതി വിധിയിൽ ഒഫൻസിൽ നോട്ട് ലെസ് ദാൻ 2 years. അങ്ങനെ നോട്ട് ലെസ് ദാൻ 2 years കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾ കൺവിക്റ്റഡ് ആവുന്ന ഡേറ്റ് എന്നാണോ, ആ കൺവിക്റ്റ് ആവുന്ന ഡേറ്റ് മുതൽ എന്നാണോ റിലീസ് ആവുന്നത്, ആ റിലീസ് ഡേറ്റ് മുതൽ ഏകദേശം 6 വർഷത്തോളം എന്ത് പറ്റില്ല, നിങ്ങൾക്ക് എന്ത് പറ്റൂല, ഒരു ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അധികാരമില്ല. അതായത് കൺവിക്ഷൻ ഡേറ്റ് തൊട്ട് അല്ല, റിലീസ് ചെയ്തതിന് ശേഷം, കൺവിക്ഷൻ ഡേറ്റ് തൊട്ട് നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഈ റിലീസ് ചെയ്യുമല്ലോ, റിലീസ് ചെയ്ത് 6 വർഷത്തേക്ക് എന്ത് പറ്റൂല,
നമുക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഈ പറഞ്ഞ സെക്ഷൻ 8(4) ഒരു ഫേമസ് കേസുണ്ട്, ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ലില്ലി തോമസ് കേസിൽ പറയാനായിട്ട് സുപ്രീം കോർട്ട് ഈ സെക്ഷൻ 8(4) ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു MP യെ കൺവിക്റ്റ് ചെയ്ത് പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് പറ്റും? അപ്പീൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഇലക്ഷൻ മത്സരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, പഴയതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കൺവിക്റ്റ് ചെയ്തിട്ട് അപ്പീലിന് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ അതെന്താണ്? അതൊരു കൃത്യമായിട്ടുള്ള കാര്യമല്ലെന്നും അത് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നും പറഞ്ഞ് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയുടെ ഫേമസ് ജഡ്ജ്മെൻറ്റ് ലില്ലി തോമസ് കേസിൽ എന്ത് ചെയ്തു? 8(4) എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഡിക്ലെയർ ആസ് ഇൻവാലിഡ് ഓർ നൾ. ഇങ്ങനൊരു നിയമമില്ല, അതെന്താണ്? ഇൻവാലിഡ് ആണെന്നും ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും കൃത്യമായി പറഞ്ഞു. അപ്പോൾ അതെന്താണ്? ഡിലീറ്റ് ചെയ്യപ്പെട്ടു. സെക്ഷൻ 9 അനുസരിച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ, ഡിസ്മൂസൽ ഓഫ് കറപ്ഷൻ, ദെൻ അണ്ടർ ദി ഗവൺമെൻറ് കമ്പനി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഡിസ്ക്വാളിഫിക്കേഷൻ ബേസിക്കലി 10 സ്കെഡ്യൂളിൽ വരുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ. ഡിസ്ക്വാളിഫിക്കേഷൻ ഈസ് പറയുന്ന ആരാണ്? സ്പീക്കറാണ്. അത് മനസ്സിലാക്കി അറിയാലോ. സോ ഇത്രയും ക്വസ്റ്റൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. 2020 മിക്ക ക്വസ്റ്റൻസും ഐ തിങ്ക് ഇറ്റ്സ് എൻ ഈസി വൺ. കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് ചെയ്യാം. 5 വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ ചെയ്ത ഒരു കുട്ടിക്ക് ഇത് ഈസി ആയിരിക്കും. സോ നമുക്ക് ഇനി നമ്മുടെ ജേണി ഉണ്ട്. നമ്മൾ 2020 എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്? 5 വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ ഉണ്ട്. ഈ 5 ക്വസ്റ്റൻ പേപ്പർ ഞാൻ ചെയ്യും. ഞാൻ നിങ്ങളത് എന്താണ് പറഞ്ഞത്? 2015 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്ലാസ്സിൽ ചെയ്യും. കൃത്യമായി ചെയ്ത് കണക്റ്റഡ് ഫാക്റ്റ് പറഞ്ഞ് ഏതൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു തരും എന്ന് നിങ്ങളത് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ പുറകെ എന്ത് ചെയ്യും? അതിൻ്റെ ഓരോ കോണ്ടൻറ്റ് ക്ലാസ്സും ഞാൻ ഇടും. ആ ക്ലാസ് പഠിച്ച് നിങ്ങളെന്താ? പഠിച്ച് മാറുക. പൊളിറ്റ് മാത്രമല്ല, ഈ 2015 2024 ക്വസ്റ്റ്യൻ പൊളിറ്റ് ഞാൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ജോഗ്രഫി ചെയ്യും, എക്കണോമിക്സ് ചെയ്യും, ഇൻ്റർനാഷണൽ റിലേഷൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അതിൻ്റെ പുറകെ എന്ത് ചെയ്യും? എല്ലാ സബ്ജക്ട്സും കവറപ്പ് ചെയ്യും. നിങ്ങളെ ജോലി എന്താ? കൃത്യമായിട്ട് കിട്ടുന്ന സമയമൊക്കെ എന്ത് ചെയ്യുക? വല്ല 2x 1x 1.5x ആയിട്ട് കണ്ട് തീർത്ത് നോട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ സൈഡിൽ കൂടെ കോണ്ടൻറ്റ് ക്ലാസ്സും വരും. ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ്സും കൂടെ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ ചെയ്യും. എൻ്റെ ഒരു ബേസിക് ഐഡിയ ഇതാണ്. ഇത് നിങ്ങളിലൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ എത്തിക്കുക. ഞാൻ പറഞ്ഞില്ല, ഒരു ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ കോച്ചിങ് കാര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറേ സ്റ്റുഡൻസ് ഉണ്ടോ? അപ്പോൾ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവണം. ബാക്കിയുള്ളവർക്ക് അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും, അല്ലാതൊക്കെ ആൾക്കാർക്കും കൂടെ പഠിക്കാൻ പറ്റണം. അത് ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു രീതിയിൽ ഇന്നേക്ക് ഇത് പറ്റുന്നില്ല എന്ന് മാറി നിൽക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടെ ഐഡിയപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ആഡ് ഓൺ ചെയ്യുക. അല്ല പുതുതായിട്ട് കിട്ടിയാൽ ഇത് പറയുന്ന എല്ലാം കറക്റ്റാണെന്ന് ഞാൻ പറയുന്നത് എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ അറിയാം. അത് മാത്രമാണ് എൻ്റെ കോൺഫിഡൻസ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് നല്ലപോലെ അറിയാമെന്നുള്ള 100% കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ആ കോൺഫിഡൻസ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ട്രാറ്റജീസാണ് എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കുറേ അടുത്ത് ഇപ്പോഴും ഇംപ്ലിമെൻറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പഠിച്ച കാര്യങ്ങളായിരുന്നാലും ഇത് UPSC പ്രിപ്പറേഷൻ സമയത്ത് എനിക്ക് കിട്ടിയ കുറേ നോളേജും കാര്യങ്ങളായിരുന്നാൽ പോലും അത് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോലി. അത് ഞാൻ കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. നിങ്ങൾ നോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? എക്സാമിന് നല്ലപോലെ എക്സാം എഴുതാൻ ശ്രമിക്കുക. 2025 ആസ്പിറൻസിനോട് ഞാൻ പറയുന്നത് നല്ലപോലെ പഠിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക. സോ എപ്പോഴും പറയും പോലെ നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളത് കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് എന്താ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എനിവേ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ താങ്ക് യു ഫോർ യുവർ ടൈം.